السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون. ഇന്നത്തെ ഈ ഇൽമിൻ്റെ സദസ്സിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻഫാലിലെ 24-ാമത്തെ വചനം നിങ്ങളെ കേൾപ്പിച്ച് അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനും പകർത്താനുമുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ലോകത്ത് വളരെ ശ്രദ്ധയോടെ നല്ല ബോധത്തോടെ ജീവിക്കേണ്ടവനാണ്. ആ ശ്രദ്ധയും ബോധവും എന്നത് അവനവൻ്റെ പാരത്രിക വിജയത്തെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത്. പരലോക വിജയം അത് നഷ്ടപ്പെടാതിരിക്കുക, അത് എനിക്ക് ലഭിക്കണം എന്ന അതിയായ ആഗ്രഹമുണ്ടാകുക. അപ്പോൾ മാത്രമാണ് നേരത്തെ പറഞ്ഞ ശ്രദ്ധയും ബോധവും നമുക്കുണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് എപ്പോൾ പുറത്തു പോകുകയാണെങ്കിലും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ആ ദിക്ർ, അള്ളാഹുവിൽ തൻ്റെ എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിച്ചുകൊണ്ടുള്ള ആ പ്രഖ്യാപനം, അത് നിർവഹിച്ചു കഴിഞ്ഞാൽ ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ഒരു പ്രാർത്ഥന നിർവഹിക്കുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ എന്നും പ്രസക്തമായ ഒരു പ്രാർത്ഥന. ആദ്യം അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മനഹജുണ്ട്. അബുത്തദിഉ ബികുല്ലിസ്മിൻ ലില്ലാ എന്നാണ്.
നമ്മൾ എവിടെ ബിസ്മില്ല എന്ന് പറയുമ്പോഴും അള്ളാഹുവിൻ്റെ ഒരു നാമമല്ല അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അള്ളാഹുവിനുള്ള മുഴുവൻ നാമങ്ങളും ആ നാമങ്ങൾ കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്നാണ്. ഒരു ബിസ്മില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സർവനാമങ്ങളും നമ്മളവിടെ പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ്. അള്ളാഹുവിന് മാത്രമാണ് എല്ലാ കഴിവും ശക്തിയുമുള്ളത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്ർ, കെൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. സ്വഹാബത്തിനോട് പ്രത്യേകം അധികരിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്ത് ചെയ്ത ദിക്ർ. അപ്പോൾ നമ്മളെപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നിർവഹിക്കുന്നതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല. അള്ളാഹുവേ, ഞാൻ വഴിതെറ്റിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഔ ഉളല്ല, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും വഴികേടിലാക്കുന്നതിൽ നിന്ന്. ഔ അസില്ല ഔ ഉസല്ല, എന്നിൽ വല്ല അബദ്ധവും സംഭവിക്കുന്നതിൽ നിന്ന്, ആരെങ്കിലും എന്നെ അബദ്ധത്തിൽ പെടുത്തുന്നതിൽ നിന്ന്. ഔ അളിമ ഔ ഉലമ, ഞാൻ അക്രമിയാകുന്നതിൽ നിന്ന്, ആരെങ്കിലും എന്നോട് അക്രമം കാണിക്കുന്നതിൽ നിന്ന്. ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ, ഞാൻ അവിവേകത്തോടെ ആരോടെങ്കിലും പെരുമാറുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ എന്നോട് ആരെങ്കിലും അവിവേകത്തോടെ പെരുമാറുന്നതിൽ നിന്ന്. ഈ 4 കാര്യങ്ങളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കാവൽ തേടും വീട്ടിൽ നിന്ന് എപ്പോൾ പുറത്തു പോകുമ്പോഴുമെന്ന്. അപ്പോൾ പലപ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പ്രാർത്ഥിച്ചാണ് നമ്മളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുള്ളത്. അതിൻ്റെ കൂടെ ഈ ഒരു സുന്നത്ത് കൂടി ജീവിപ്പിക്കുക. കാരണം ഏത് സമയവും ലൊലാലത്ത് സംഭവിക്കാം, ഈമാനിന് ദുർബലത വന്ന് വഴികേട് സംഭവിക്കാം, അതുപോലെ അബദ്ധങ്ങൾ പിണയാം, ഒരുപക്ഷെ എല്ലാവിധ നാശത്തിലേക്കും എത്തിക്കുന്ന നിലക്കുള്ള എന്തും സംഭവിക്കാം. അതിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് കാവൽ തേടാം. ഞാൻ പറഞ്ഞു വന്നത്, ഒരു വിശ്വാസി എത്രത്തോളം തൻ്റെ ജീവിതത്തെക്കുറിച്ച് ബോധമുള്ളവനാണ്, ശ്രദ്ധയുള്ളവനാണ് എന്ന് അറിയിക്കാനാണ് ഈ പ്രാർത്ഥന ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇതുപോലെ സ്വഹാബിമാരൊക്കെ പ്രാർത്ഥിച്ച മറ്റു പ്രാർത്ഥനകൾ കാണാം. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ് വനഈമൻ ലാ യൻഫത് വമുറാഫഖത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അഅ്ലാ ജന്നത്തിൽ ഖുൽദ്. അല്ലാഹുവേ, ഞാൻ നിന്നോടിതാ ചോദിക്കുന്നു ഈമാനൻ, ഈമാനിനെ, ലാ യർതദ്, എന്നിൽ നിന്ന് തെറിച്ചു പോകാത്ത, എന്നിൽ നിന്ന് തെറ്റിപ്പോകാത്ത, എന്നും എന്നിൽ നിൽക്കുന്ന ആ ഈമാനിനെ ഞാൻ ചോദിക്കുന്നു. വനഈമൻ ലാ യൻഫത്, തീർന്നു പോകാത്ത അനുഗ്രഹം, അഥവാ സ്വർഗീയ അനുഗ്രഹം, അതുമാത്രമാണ് ശാശ്വതമാകുക. മാ ഇൻദക്കും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖിൻ, നിങ്ങളുടെ കൈകളിലുള്ളതൊക്കെ വറ്റിപ്പോകും, തീർന്നു പോകും. അള്ളാഹുവിൻ്റെ അരികിലുള്ളത് മാത്രമാണ് ശേഷിക്കുക, ബാക്കിയാകുക. അങ്ങനെ ആ നിലനിൽക്കുന്ന, ഒരിക്കലും വറ്റിപ്പോകാത്ത, തീർന്നു പോകാത്ത ആ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വ മുറാഫഖത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഅ്ലാ ജന്നത്തിൽ ഖുൽദ്, ശാശ്വതമായ സ്വർഗത്തിലെ അത്യുന്നതങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സഹവാസവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇതൊക്കെ ഒരു വിശ്വാസി പാരത്രിക വിജയം ആഗ്രഹിക്കുന്ന, ആ ബോധത്തോടു കൂടി ഇവിടെ ജീവിക്കുന്ന
ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ബോധം നമ്മിൽ നിലകൊള്ളണം. അത് നിലനിൽക്കാനാണ് അള്ളാഹു സൂറത്തുൽ അൻഫാലിലൂടെ അതിൽ 24-ാമത്തെ വചനത്തിലൂടെ ആവശ്യപ്പെടുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇസ്തജീബൂ ലില്ലാഹി വലിർ റസൂൽ, സദാസമയവും നിങ്ങൾ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ഉത്തരം നൽകിക്കൊണ്ടിരിക്കണം. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പിലും അള്ളാഹുവിന് റസൂലിന് ഉത്തരം നൽകുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പിലും നമുക്ക് ഇസ്ലാമികമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളും ഇസ്ലാമിൻ്റെ ചര്യകളും കാത്തു സൂക്ഷിക്കാനുണ്ട് എന്നർത്ഥം. ഒന്ന് അനങ്ങിയാൽ അവിടെ നമുക്കൊരു സുന്നത്ത് ചെയ്യാനുണ്ടാകും. നമ്മളിപ്പോൾ പള്ളിയിൽ കയറുകയാണ്, മറ്റേതെങ്കിലും സ്ഥലത്ത് ഇരിക്കുന്നത് പോലെ അങ്ങോട്ട് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു സുന്നത്തും നമ്മുടെ മുന്നിലില്ലെങ്കിൽ 2 റക്അത്ത് തഹിയ്യത്ത് എന്ന നിയ്യത്തോടു കൂടി 2 റക്അത്ത് നിസ്കരിച്ചിട്ടേ പള്ളിയിൽ ഇരിക്കാൻ പാടുള്ളൂ. നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്, നമുക്കവിടെ ചില ചര്യകൾ സ്വീകരിക്കാനുണ്ട്. നമ്മളൊന്ന് തുമ്മുകയാണ്, എത്ര നിസ്സാരമായ കാര്യമാണ് ഒന്ന് തുമ്മുക എന്നത്. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് വളരെ ശ്രദ്ധയോടെ പറയണം. ഒരാൾ നമസ്കാരത്തിൽ തുമ്മിയാൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് അൽഹംദുലില്ലാ എന്ന് ലഫ്ലായി പറയാതെ മനസ്സിലെങ്കിലും പറയണമെന്നാണ്. അൽഹംദുലില്ലാ, അത്ര പ്രാധാന്യം തുമ്മിയാൽ അൽഹംദുലില്ലാ പറയുന്നതിനുണ്ട്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ഇസ്തജീബൂ ലില്ലാഹി വലിർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും നിങ്ങൾ ഉത്തരം ചെയ്യണം. എന്നിട്ട് അള്ളാഹു പറഞ്ഞതെന്താ? അള്ളാഹു പറയുന്നത് ഇദാ ദഅാകും ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് ഏറ്റവും ജീവൻ നൽകുന്ന കാര്യങ്ങളിലേക്കാണ് അള്ളാഹും റസൂലും വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഹികവും പാരത്രികവുമായ വിജയം ഇഹലോകത്തും പരലോകത്തും നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന, സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലേക്കാണ് അള്ളാഹു വിളിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഒരു താക്കീത് ആ വചനത്തിലുണ്ട്. വഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി, അള്ളാഹ് ഒരാളുടെയും അവൻ്റെ ഹൃദയത്തിനുമിടയിൽ മറയിടും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു സീല് വെച്ചാൽ, മുദ്ര വെച്ചാൽ, മറയിട്ടാൽ പിന്നെ അള്ളാഹുവിനെക്കുറിച്ചോ അവൻ്റെ കലാമിനെക്കുറിച്ചോ അവൻ്റെ ദീനിനെക്കുറിച്ചോ നരകസ്വർഗങ്ങളെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ നമുക്ക് ചിന്ത ഉണ്ടാവില്ല. നമുക്ക് അല്പമെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ചിന്ത വരുന്നത് അള്ളാഹ് മറ ഇടാതെ നമ്മുടെ ഹൃദയത്തിന് കാവൽ നൽകുന്നത് കൊണ്ടാണ്. ഹൃദയത്തിന് മറയിട്ട് കഴിഞ്ഞാൽ പിന്നെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കൂല, ഖബർ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കൂല, നരകം സ്വർഗം എന്ന നമ്മുടെ അജണ്ടയിലുണ്ടാകില്ല. നമ്മൾ ഭൗതിക ലോകത്ത് മറ്റ് മനുഷ്യരെ പോലെ ലക്ഷ്യമില്ലാതെ ജീവിക്കുന്ന, മറ്റു മനുഷ്യരെ പോലെ കുടുംബജീവിതം നയിച്ചും സമ്പത്തുണ്ടാക്കിയും കച്ചവടം ചെയ്തും വരുമാനമാർഗങ്ങൾ ആലോചിച്ചും നമ്മളിങ്ങനെ ജീവിക്കും. മരിക്കുന്ന നേരം വരുമ്പോൾ നമ്മളും മരിക്കും. പക്ഷെ മരണം വരെ നമുക്കുണ്ടാകേണ്ട ബോധം, ചിന്ത എന്നത് എനിക്ക് അള്ളാഹുവിനും റസൂലിനും എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പിലും ഉത്തരം നൽകാനുണ്ട്. ആ അള്ളാഹും റസൂലും എന്നെ വിളിക്കുന്നത് ശാശ്വതമായ വിജയത്തിലേക്കാണ്. അതിന് ഞാൻ ഉത്തരം നൽകണം. അതുകൊണ്ട് തന്നെ ഈ താക്കീത് ഏറ്റവും പ്രധാനമാണ്. വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി, അല്ലാഹ് ഒരു മനുഷ്യനും അവൻ്റെ ഹൃദയത്തിനുമിടയിൽ മറയിടും എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ, അങ്ങനെ മറയിട്ട നിലക്കാണ് നിങ്ങൾ അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നതെങ്കിൽ അത് മഹാ നഷ്ടമാണ്, പരാജയമാണ്. ഈ കാര്യം നിങ്ങൾ തിരിച്ചറിയണം. ഇതുപോലെ സൂറത്തു ദാരിയാത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ദാരിയാത്തിൽ ഒരുപാട് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മഴ,
ഭൂമിയിൽ മുളപ്പിച്ചുകൊണ്ടിരിക്കുന്ന സസ്യങ്ങൾ, പുല്ലുകൾ, അതുപോലെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ആ സൂറത്തിൽ തന്നെയാണ് പറയുന്നത്. വഫിൽ അർളി ആയാത്തുൽ ലിൽ മൂഖിനീൻ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. ഭൂമിയിൽ ദൃഢവിശ്വാസികളായ ആളുകൾക്ക് ഒരുപാട് തെളിവുകളുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളിലുമുണ്ട്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കണ്ടറിയുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? ആ സൂറത്തിൻ്റെ അവസാനം കാണാം അള്ളാഹ് പറയുന്നു, ഫഫിറൂ ഇലല്ലാ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടിക്കൊണ്ടിരിക്കണം, നിങ്ങൾ അള്ളാഹുവിലേക്ക് സദാസമയവും ഓടണം. ഫറ എന്ന് പറഞ്ഞാൽ നേരർത്ഥം പേടിച്ച് ഒരാൾ ഓടുന്നതിനാണ് ഫറ എന്ന് പറയാം. ഫറ യഫിറു, ഒരു കാര്യത്തെ ഭയപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓട്ടം. ഇതേപോലെ ഒരു ബോധത്തോടെ അള്ളാഹുവിലേക്ക് നിങ്ങൾ ഓടണം. ഇന്നി ലക്കും മിൻഹു നദീറും മുബീൻ, ഈ റസൂലുള്ള എന്ന ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ വന്ന വ്യക്തമായ താക്കീതുകാരനാണ്. നാസിറു സഅദി റഹ്മഹുല്ല തൻ്റെ തഫ്സീറിൽ എന്താണ് അള്ളാഹുവിലേക്ക് ഓടുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, അൽ ഫിറാറു മിമ്മാ യക്റഹുഹുല്ലാഹു ലാഹിറൻ വ ബാത്തിന ഇലാ മാ യുഹിബ്ബുഹു ലാഹിറൻ വ ബാത്തിന. അള്ളാഹുവിലേക്ക് ഓടുക എന്ന് പറഞ്ഞാൽ അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങൾ, അത് പ്രത്യക്ഷത്തിലുള്ളതാവട്ടെ പരോക്ഷമായ കാര്യങ്ങളാവട്ടെ, അതിൽ നിന്ന് ഇലാ മാ യുഹിബ്ബുഹു ലാഹിറൻ വ ബാത്തിന, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക്, പ്രത്യക്ഷവും പരോക്ഷവുമായ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലണം. ഫിറാറും മിനൽ ജഹിലി ഇലൽ ഇൽം, അജ്ഞതയിൽ നിന്ന് ശരിയായ അറിവിലേക്ക് നിങ്ങൾ ഓടണം. വമിനൽ കുഫരി ഇലൽ ഈമാൻ, കുഫർ സത്യനിഷേധത്തിൽ നിന്ന് ശരിയായ ഈമാനിലേക്ക് നിങ്ങൾ ഓടണം. വമിനൽ മഅസിയത്തി ഇലത്വാഅ, അള്ളാനെ ധിക്കരിച്ച് പ്രവർത്തിക്കുന്നതിൽ നിന്ന് അള്ളാനെ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിലേക്ക് നിങ്ങൾ ഓടണം. വമിനൽ ഗഫ്ലത്തി ഇലാ ദിക്രില്ലാ, അശ്രദ്ധ, അള്ളാനെ മറന്ന് ജീവിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് അള്ളാനെ ഓർത്ത് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ഓടണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫമൻ ഇസ്തക്മല ഹാദിഹിൽ ഉമൂർ, ഈ കാര്യങ്ങൾ ആരിലാണ് സമ്പൂർണ്ണമായത്, ഫഖദ് ഇസ്തക്മല ദീനു കുല്ലു, അവൻ ദീന് അവൻക്ക് പൂർണ്ണമായി ലഭിച്ചു, ദീനിനെ അവൻ സമ്പൂർണ്ണമാക്കി അവൻ്റെ ജീവിതത്തിൽ. വഖദ് സാല അൻഹുൽ മർഹൂബ് വഹസ്സല ലഹു നിഹായത്തുൽ മുറാദി വൽ മത്ലൂബ്. അങ്ങനെ ഒരാൾ ചെയ്താൽ അവൻ ഭയപ്പെടുന്ന കാര്യങ്ങൾ അവനിൽ നീങ്ങിക്കിട്ടും, അവൻ തേടുന്ന ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ അള്ളാഹു നൽകും, അവനത് ലഭിക്കുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെക്കുറിച്ച് ഈ ബോധമുണ്ടാവുക, അള്ളാഹുവിലേക്ക് നിരന്തരം ഓടിക്കൊണ്ടിരിക്കുക, അള്ളാഹുവിനും റസൂലിനും ഉത്തരം ചെയ്യുക, ഇതിൻ്റെ ഭാഗമായി നമുക്ക് എന്താണ് നിർവഹിക്കാനുള്ളത്? സൂറത്ത് ശൂറ 47-ാമത്തെ വചനത്തിൽ കാണാം, ഇസ്തജീബൂ ലി റബ്ബിക്കും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് ഉത്തരം നൽകുക, നിങ്ങൾക്ക് ഒരു ദിവസം വരുന്നതിന് മുമ്പ്, ലാ മറദ്ദ ലഹു മിനല്ലാഹ്, ആ ദിവസം വന്നാൽ അള്ളാഹുവിൽ നിന്ന് ആ ദിവസത്തെ തട്ടിമാറ്റാൻ, തടുക്കാൻ, ആ ദിവസത്തെ പ്രതിരോധിക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല. മാലക്കും മിൻ മൽജഇൻ യൗമഇദിൻ വമാലക്കും മിൻ നകീർ, ആ ദിവസം വന്നാൽ നിങ്ങൾക്ക് വേറെ ഒരു അഭയസ്ഥാനം, അള്ളാഹ് നൽകാത്ത, അള്ളാഹുവിൽ നിന്നല്ലാത്തൊരു അഭയസ്ഥാനം നിങ്ങൾക്കില്ല. വമാലക്കും മിൻ നകീർ, ആ ദിവസത്തെ നിഷേധിക്കാനും നിങ്ങൾക്ക് സാധ്യമല്ല. അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിന് ഉത്തരം നൽകി ഈ ഒരു ബോധത്തോടെ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ ഈമാനോടുകൂടി മരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. യൂസുഫ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കാറുണ്ട്. തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി നീ മരിപ്പിക്കണേ, നിൻ്റെ സജ്ജനങ്ങളിൽ ചേർക്കണേ. നമ്മളത് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷെ ആഗ്രഹിച്ച പോലെ നടക്കണമെങ്കിൽ, സംഭവിക്കണമെങ്കിൽ നമ്മൾ ചില പ്രവർത്തനങ്ങളിൽ മുഴുകണം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ, ഒരു വിശ്വാസി ഒരു ബോധമുള്ളവൻ, ശ്രദ്ധയുള്ളവനാകണം. ആ ശ്രദ്ധയും ബോധവും എന്നത്
തൻ്റെ പരലോക വിജയം അത് നഷ്ടപ്പെടരുത്, എനിക്കത് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുക. അങ്ങനെ ആഗ്രഹിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി തന്നെ പറഞ്ഞിട്ടുണ്ട്, ജദ്ദിദു ഈമാനക്കും, നിങ്ങൾ ഈമാനിനെ പുതുക്കണം. കാരണം എന്താ? ഈമാൻ അതിങ്ങനെ ഉരുമ്പിപ്പോകുന്ന. ഇന്നൽ ഈമാന ല യഖ്ലഖു ഫീ ജൗഫി അഹദിക്കും കമാ യഖ്ലഖു ഥൗബ്. നമ്മളൊരു പുതിയ വസ്ത്രം ധരിച്ചാൽ അത് കുറേ കാലം ധരിച്ചാൽ അത് പഴകി നുരുമ്പും പോലെ നിങ്ങളുടെ ഈമാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നുരുമ്പി ഇല്ലാതെയാകും. അതുകൊണ്ട് ജദ്ദിദു ഈമാനക്കും, നിങ്ങൾ ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയാണ്, കൈഫ നുജദ്ദിദു ഈമാനന, എങ്ങനെയാണ് ഈമാൻ പുതുക്കേണ്ടത്? അവർ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ്, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ആ ലാ ഇലാഹ ഇല്ലല്ലയെ അതിൻ്റെ ശുറൂത്തുകളുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലയുടെ ഷർത്തുകൾ. ആ ഷർത്തുകൾ മനസ്സിലാക്കി ആ ലാ ഇലാഹ ഇല്ലല്ലയെ അറിഞ്ഞത് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുക. അതിനെക്കുറിച്ചുള്ള ഇൽമു നേടണം, അതിൽ യഖീനുണ്ടാവണം, ഇഖ്ലാസ് ഉണ്ടാവണം, സിദുക്കുണ്ടാവണം, മഹബ്ബത്തുണ്ടാകണം, അൽ ഇൻഖിയാദു വൽ ഖബൂൽ, അങ്ങനെ അറിവ്, ഇൽമ് അറിവ്, യഖീൻ അതിനെക്കുറിച്ചുള്ള ദൃഢമായ അറിവ്, ഇഖ്ലാസ് അത് അള്ളാഹുവിനെ മാത്രമാക്കുക, സിദുക്ക് ആ വിഷയത്തിൽ സത്യസന്ധതയുണ്ടാകുക, അൽ മഹബ്ബ അല്ലെങ്കിൽ ഹുബ്ബ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുക, അൽ ഇൻഖിയാദു വൽ ഖബൂൽ അങ്ങനെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹക്ക് കീഴ്പ്പെടുക. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്കിങ്ങനെ പ്രഖ്യാപിക്കാണ്ട്. ഇപ്പോൾ ഫർളുസ്കാര ശേഷം 25 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. നമ്മൾ പലപ്പോഴും അത് പഠിച്ചതാണ്. ഫർളുസ്കാര ശേഷം 4 തരത്തിലുള്ള ദിക്റുകളുണ്ട്. സാധാരണ നമ്മൾ നിർവഹിക്കുന്ന സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 വട്ടം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 1 വട്ടം. രണ്ടാമത്തെ രീതി സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. മൂന്നാമത്തെ രീതി സുബ്ഹാനല്ലാഹ് 25, അൽഹംദുലില്ലാഹ് 25, അല്ലാഹു അക്ബർ 25, ലാ ഇലാഹ ഇല്ലല്ലാഹ് 25, അങ്ങനെ 100. പിന്നെ സുബ്ഹാനല്ലാഹ് 10, അൽഹംദുലില്ലാഹ് 10, അല്ലാഹു അക്ബർ 10. ഈ 4 ദിക്റുകളും നമ്മൾ എന്ത് ചെയ്യുക? ഒരു ദിവസം ഒന്നാണെങ്കിൽ അടുത്ത ദിവസം ഒന്ന്, അടുത്ത ദിവസം ഒന്ന്, അതിനെ ജീവിപ്പിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ പറയും. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി 100 തവണ ചൊല്ലാൻ ഹദീസിലുണ്ട്. അസ്ർ നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായി 100 തവണ ചൊല്ലാൻ ഹദീസിലുണ്ട്. ഇനി ഫി യൗമിൻ, ഒരു ദിവസം 100 വട്ടം. അതുപോലെ രാവിലെ 10 വട്ടം, വൈകുന്നേരം 10 വട്ടം, അല്ലെങ്കിൽ ഒരു ദിവസം 1 വട്ടം. ഇതൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. ഇത് നമ്മൾ പതിവാക്കുക. ഈ ദിക്ർ നമ്മൾ ഉരുവിടുമ്പോൾ 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം കിട്ടും. 100 നന്മകൾ രേഖപ്പെടുത്തപ്പെടും. നമുക്ക് നമ്മിൽ സംഭവിച്ച 100 ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. അതോടൊപ്പം ആ ദിക്റുകൾ ചൊല്ലുന്ന അന്ന് പിശാചിൽ നിന്ന് കാവൽ ലഭിക്കും. ഇതൊക്കെ ഈ ദിക്റിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ നമ്മൾ പതിവായി നിർവഹിക്കുമ്പോൾ ലഭിക്കുന്ന നേട്ടങ്ങളുമാണ്. അപ്പോൾ ജദ്ദിദു ഈമാനക്കും, നിങ്ങൾ ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കുക. ആ ഈമാൻ പുതുക്കുന്നതിൻ്റെ ഭാഗമാണ് വിശുദ്ധ ഖുർആനിൻ്റെ പഠനം എന്ന് പറഞ്ഞാൽ ഈമാൻ നമ്മിൽ സദാസമയം നിലനിൽക്കാൻ അള്ളാൻ്റെ കലാമ് പഠിക്കുന്നവരായി മാറാം. സൂറത്തുൽ അൻഫാലിൻ്റെ തുടക്കത്തിൽ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഗുണങ്ങളുള്ളവരാണ്. അവർ മാത്രമാണ് സത്യവിശ്വാസികൾ. അള്ളാഹു എന്ന് അവരോട് പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങൾക്കൊരു നടുക്കം, ബേജാറുണ്ടാകും. വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു, അള്ളാൻ്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുത്താലോ
സാദത്തുഹും ഈമാന, ഈമാൻ അവർക്ക് വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ റബ്ബിൽ മാത്രം ഭരമേൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ഖുർആൻ പഠിക്കുക, ആ പഠനത്തിൽ തുടർന്നാൽ അതിൻ്റെ പാരായണവും പഠനവും തമ്മിലുണ്ടാകുമ്പോൾ ഈമാൻ നമുക്ക് പുതുക്കാൻ സാധിക്കും. അതുപോലെ നേരത്തെ പറഞ്ഞ പ്രാർത്ഥനകളും നിർവഹിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ദായിമൻ. അബൂദർദാ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ച പ്രാർത്ഥന അങ്ങനെയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ദായിമൻ വ ഇൽമൻ നാഫിഅൻ വ ഹദിയൻ ഖയ്യിമൻ. അല്ലാഹുവേ, ദായിമായ ഈമാൻ, മരണം വരെ നിലനിൽക്കുന്ന ഈമാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വ ഇൽമൻ നാഫിഅൻ, ഉപകാരപ്പെടുന്ന അറിവ് ചോദിക്കുന്നു. വ ഹദിയൻ ഖയ്യിമൻ, നേരായ മാർഗം ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇങ്ങനെ ഈമാൻ നമ്മിലിങ്ങനെ നിലനിൽക്കാൻ എന്ത് ചെയ്യുക? നമ്മൾ പ്രാർത്ഥിക്കുക, ഖുർആൻ പഠനം പോലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ മുഴുകുകയും ചെയ്യുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റബ്ബിനെക്കുറിച്ച് ഏത് സന്ദർഭത്തിലും സൽവിചാരം ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ പലപ്പോഴും റബ്ബിനെക്കുറിച്ച് മോശം വിചാരിക്കുന്ന ആളുകളെ കാണാം. ഞാൻ എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. എന്തേ റബ്ബ് എന്നോട് ഇങ്ങനെ, എനിക്ക് മാത്രം പരീക്ഷണം? ഇങ്ങനെ പലപ്പോഴും റബ്ബിനെക്കുറിച്ച് സൽവിചാരം വരുന്നതിന് പകരം ദുർവിചാരങ്ങൾ കടന്നു വരുന്നു. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ജാബിർ ഇബ്നു അബ്ദില്ല അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖബല മൗതിഹി ബി സലാസത്തി അയ്യാമിൻ യഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിൻ്റെ 3 ദിവസം മുമ്പ് റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടു, ലാ യമൂതുന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹി അസ്സ വജല്ല. നിങ്ങളൊരാളും മരിക്കരുത് അള്ളാഹുവിനെക്കുറിച്ച് സൽവിചാരത്തിലാകാതെ, അള്ളാഹിനെക്കുറിച്ച് സൽവിചാരത്തിലാകാതെ നിങ്ങൾ ഒരാളും മരിക്കരുത്. ഇത് റസൂലുള്ളാഹി വഫാത്താകുന്നതിൻ്റെ 3 ദിവസം മുമ്പ് ഉപദേശിച്ചതായിട്ടാണ് സ്വഹാബി റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ അള്ളാഹിനെക്കുറിച്ച് സൽവിചാരം മാത്രം ഉണ്ടാകാം. പൊട്ടിച്ചിരിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകാം, അതേപോലെ പൊട്ടിക്കരയേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകാം. അനുകൂലമായ പ്രതികൂലമായ സാഹചര്യങ്ങൾ മാറി മാറി വരാം. നല്ല സമാധാനവും സന്തോഷവും ആഹ്ലാദവും നിൽക്കുമ്പോൾ അതിനിടയിൽ പരീക്ഷണങ്ങൾ വന്ന് നമ്മളെ മാനസികമായി തളർത്തുന്ന രംഗങ്ങൾ വരാം. പക്ഷെ അപ്പോഴും ഖദ്ദറല്ലാഹ് വമാ ശാഅ ഫഅൽ, ഇത് അല്ലാഹ് ഖദറാക്കിയതാണ്, ഇതെൻ്റെ ജീവിതത്തിൽ അല്ലാഹ് നിശ്ചയിച്ചതാണ്, അതാണ് ഈ സംഭവിച്ചത് എന്ന് പറഞ്ഞ് അതിനാണ് കീഴ്പ്പെടുക, അവിടെ ക്ഷമിക്കുകയും ചെയ്യാം. സന്തോഷം ഉണ്ടാകുമ്പോഴോ അൽഹംദുലില്ലാഹില്ലദീ ബിനിഅ്മതിഹി തതിമ്മുസ്സാലിഹാത്ത്. ഏത് സന്തോഷം ഉണ്ടായ അനുഭവങ്ങളോ സന്തോഷകരമായ കാര്യങ്ങളോ ഉണ്ടായാൽ അൽഹംദുലില്ലാ അല്ലദീ ബിനിഅ്മതിഹി തതിമ്മുസ്സാലിഹാത്ത്, എല്ലാ സൽകാര്യങ്ങളും പൂർത്തീകരിച്ച് ലഭിക്കുന്നത് അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അതിന് അള്ളാഹ്ക്ക് സർവ്വസ്തുതിയും. ഒരു വെറുപ്പുളവാക്കുന്ന പ്രശ്നം ഉണ്ടായാലോ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഏത് സമയത്തും അള്ളാഹ്ക്കാണ് സർവ്വസ്തുതിയും. ഇങ്ങനെ അള്ളാഹിനെക്കുറിച്ച് നല്ലത് വിചാരിക്കുക. ഒരു ഹദീസിൽ കാണും, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലാ ഷാബിൻ വഹുവ ബിൽ മൗത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നനായി കിടക്കുന്ന ഒരു സ്വഹാബി, യുവാവായ സ്വഹാബി, ഷാബ് മരണാസന്നനാണ്, ഷാബാണ്, യുവാവാണ്. ആ മരണാസന്നനായ യുവാവായ സ്വഹാബിയെ സന്ദർശിക്കുകയാണ്. റസൂൽ ചോദിച്ചു, കൈഫ തജിദുക്, എന്താ നിൻ്റെ അവസ്ഥ, എന്താണ് ഇപ്പോൾ ഉള്ള അവസ്ഥ? അപ്പോൾ അദ്ദേഹം പറയാണ്, വല്ലാഹി യാ റസൂലല്ലാ, അല്ലാഹ് തന്നെയാണ് സത്യം, അല്ലാഹുവിൻ്റെ റസൂലെ, ഇന്നി അർജുല്ലാ, എനിക്ക് അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ട്. വ ഇന്നി അഖാഫു ദുനൂബി, പക്ഷേ എന്നിൽ സംഭവിച്ച പാപങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് അള്ളാഹിനെക്കുറിച്ച് ഭയവുമുണ്ട്. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗതിനി ഇല്ലാ അഅതാഹുല്ലാഹു മാ യർജു വ അമിനഹു മിമ്മാ യഖാഫ്. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ എന്ന് പറഞ്ഞാൽ അവിടെ മരിക്കാൻ കിടക്കുകയാണ്, ആ മരണസന്ദർഭത്തിലാണ് എനിക്ക് അള്ളാഹിനെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്, പക്ഷെ വന്നുപോയ തെറ്റുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, ഇതുപോലുള്ള സന്ദർഭത്തിൽ ഇത് ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടായാൽ അള്ളാഹ് അവൻ ആഗ്രഹിക്കുന്നതെന്തോ അത് നൽകും.
അവൻ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് അള്ളാഹ് അവന് നിർഭയവും നൽകും. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ആ മരണാസന്നനായി കിടക്കുന്ന സ്വഹാബിക്ക് പ്രതീക്ഷ മാത്രമാണ്. ആ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു നൽകും. അപ്പോൾ പ്രതീക്ഷ കൈവിടാതിരിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ആളുകൾ ചോദിച്ചു, മത്താ യബ്ലുഗുൽ അബ്ദു മഖാമദ്ദില്ല, അള്ളാഹുവിൻ്റെ തൃപ്തി അതൊരടിമ എപ്പോഴാണ് നേടിയെടുക്കുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദാ അഖാമ നഫ്സഹു അലാ അർബഅത്തി ഉസൂൽ, 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 4 കാര്യങ്ങൾ ഉണ്ടായാൽ അള്ളാഹ് അവനെ തൃപ്തിപ്പെട്ടു എന്നാണ്. ഏതാണ് 4 കാര്യങ്ങൾ? അവൻ്റെ പ്രഖ്യാപനം, ഇൻ അഅ്തൈതനി ഖബിൽതു, അള്ളാഹുവേ നീ എനിക്ക് നൽകിയതെന്തോ അത് ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു. വ ഇൻ മനഅ്തനി റളീതു, രണ്ടാമത്തെ കാര്യം, നീ എനിക്ക് എന്തെങ്കിലും മുടക്കിയിട്ടുണ്ടോ തരാതെ? റളീതു, അതിലും എനിക്ക് തൃപ്തി മാത്രമാണ്. വ ഇൻ തറക്തനി, നീ ഒന്നും തരാതെ എന്നെ വിട്ടിട്ടുണ്ടോ? അബത്തു, എന്നാലും ഞാൻ നിനക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യുള്ളൂ. വ ഇൻ ദഅൗതനി അജബ്തു, നീ എന്നെ എന്തിലേക്ക് വിളിച്ചോ ഞാൻ അതിന് ഉത്തരം ചെയ്യും. ഈ 4 കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവേ നീ തന്നത് ഞാൻ സ്വീകരിച്ചു, നീ തന്നില്ലെങ്കിലും എനിക്ക് തൃപ്തി മാത്രമാണ്. നീ എന്നെ കൈവിട്ടോ, എന്നാലും ഞാൻ നിന്നെ ഓർക്കാതിരിക്കില്ല, ഞാൻ നിനക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യൂ. വ ഇൻ ദഅൗതനി അജബ്തു, നീ എന്തിലേക്കാണ് എന്നെ വിളിക്കുന്നത് ഞാൻ ഉത്തരം ചെയ്യും. ഈ 4 കാര്യങ്ങളുണ്ടോ അള്ളാഹിൻ്റെ തൃപ്തി ഒരാൾക്ക് നേടിയെടുക്കാമെന്ന്. അപ്പോൾ ജീവിതത്തിൽ അള്ളാഹിൻ്റെ തൃപ്തി നേടുക, അതിന് ഏറ്റവും പ്രധാനമാണ് അള്ളാഹിനെക്കുറിച്ച് സൽവിചാരം ഏത് സന്ദർഭത്തിലും നിലനിർത്തുക എന്നത്. അള്ളാഹിനെക്കുറിച്ച് സൽവിചാരം നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യനിൽ ചില തെറ്റായ രീതികൾ വരുന്നത്. അതിലൊന്നാണ് സൂറത്ത് യൂനുസിൽ കാണാം, വൈദാ മസ്സൽ ഇൻസാന ദുർറു ദആനാ ലിജംബിഹി ഔ ഖാഇദൻ ഔ ഖായിമൻ ഫലമ്മാ കശഫ്ന അൻഹു ദുർറഹു മർറ കഅല്ലം യദ്ഉനാ ഇലാ ദുർരിൻ മസ്സ. മനുഷ്യന് വല്ല ദുരിതവും വന്നാൽ അവൻ കിടന്നും ഇരുന്നും നിന്നും അവനിങ്ങനെ പ്രാർത്ഥിക്കും, സദാസമയവും പ്രാർത്ഥനയിൽ പോകും. ഫലമ്മാ കശഫ്ന അൻഹു ദുർറഹു, ആ പ്രാർത്ഥന കേട്ട് അവൻ്റെ ദുരിതം നീക്കിക്കൊടുത്താലോ മർറ കഅല്ലം യദ്ഉനാ ഇലാ ദുർരിൻ മസ്സ, അങ്ങനെ ഒരു ദുരിതം വന്ന് പ്രാർത്ഥിക്കാത്ത മട്ടിലാണ് അവൻ്റെ ജീവിതം. അതുണ്ടാവരുത്. സൂറത്ത് ഹജ്ജിൻ്റെ തുടക്കത്തിൽ കാണാം, വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ ലാ ഹർഫ് ഫഇൻ അസ്വാബഹു ഖൈറുൻ ഇത്മഅന്ന ബി വഇൻ അസ്വാബതുഹു ഫിത്നത്തുൻ ഇൻഖലബ അലാ വജ്ഹിഹി ഖസിറ ദുനിയ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അള്ളാഹിനെ ഒരു തെല്ലിൽ ഒരു വക്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ അവർ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുമ്പോൾ ഖൈറ് സംഭവിച്ചാൽ അതിൽ സമാധാനം കൊള്ളും. വല്ല ഫിത്തനയും പരീക്ഷണം വന്നാലോ ഇൻഖലബ അലാ വജ്ഹിഹി, അവരവൻ്റെ പാട്ടിന് പോകും. പരീക്ഷണം വന്നാൽ സഹിക്കാൻ അവന് കഴിയില്ല. അപ്പോൾ അള്ളാഹ് വേണ്ട, അള്ളാഹ്ക്കുള്ള ഇബാദത്തും വേണ്ട, ദീനും വേണ്ട, ഒന്നും വേണ്ട. അള്ളാഹ് അവരെക്കുറിച്ച് പറഞ്ഞെന്താ? ഖസിറ ദുനിയ വൽ ആഖിറ, ദുന്യാവും പരലോകവും നഷ്ടപ്പെടുത്തിയവൻ. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് വ്യക്തമായ നഷ്ടം. ഒരു ഹദീത്തിൽ കാണും, ഖദ് അഫ്ലഹ മൻ അസ്ലമ വകാന റിസ്ഖുഹു കഫാഫൻ വഖന്നഅഹു അല്ലാഹു ബിമാ അഅത. അതായത് മുസ്ലിമായവൻ വിജയിച്ചു കഴിഞ്ഞു, അവൻ അള്ളാഹ് കൊടുത്ത റിസ്ക് അവന് മതിയായിട്ടുണ്ട്, അള്ളാഹ് അതിൽ അവനെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെക്കുറിച്ച് ഉള്ളതിൽ തൃപ്തിപ്പെട്ടുള്ള ഒരു ജീവിതം. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ഇതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ കാര്യം, സൽപ്രവർത്തനങ്ങളിൽ നിരതമാകുക, അതിൽ തന്നെ മരിക്കാനും ചെയ്യുക, മരിക്കാനും തൗഫീക്ക് കിട്ടുക. സൽപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിന് കാലദേശ അല്ലെങ്കിൽ സ്ഥല അല്ലെങ്കിൽ പ്രത്യേക കാലം മാസം അതൊന്നുമല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമുണ്ടോ ആഫിയത്തുണ്ടോ അവന് എപ്പോഴും സൽപ്രവർത്തനങ്ങൾ നിർവഹിക്കാനുണ്ട്. ആ സൽപ്രവർത്തനങ്ങൾ സ്ഥിരമായി അവൻ നിലകൊള്ളുക, അത് മരണം വരെ ഉണ്ടാകുക. വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണമെന്ന ഉറപ്പ് നിനക്ക് വരുന്നത് വരെ ഇബാദത്തുണ്ട്. ആ ഇബാദത്തിൽപ്പെട്ടതാണ് നമ്മൾ ചെയ്യുന്ന ഏതും. ഒരു ദിക്ർ ചൊല്ലിയാൽ, ഒരാൾക്കൊരു 10 രൂപ സഹായം കൊടുത്താൽ, ഒരാളോട് നല്ല വാക്ക് പറഞ്ഞാൽ, ഒരാൾക്ക് നല്ലൊരു ശുപാർശ ചെയ്താൽ, ഒരാളെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ, ഇതൊക്കെ ആ ഇബാദത്തിൻ്റെ ഭാഗമാണ്. അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മിൽ നിന്ന് പരമാവധി ആളുകൾക്ക് എന്ത് ചെയ്യണം? നന്മകൾ ലഭിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഒരു ദിവസം നേരം വെളുത്ത് ആ പ്രഭാതം തുടങ്ങി
രാത്രി കിടന്നുറങ്ങുന്നത് വരെയുള്ള സമയത്തിനുള്ളിൽ എനിക്ക് എൻ്റെ പരലോക വിജയത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും? അങ്ങനെ ആവുമ്പോൾ നമ്മിൽ നിന്ന് ഒരാൾ ദുരിതം അനുഭവിക്കൂല. നമ്മുടെ പെരുമാറ്റം കൊണ്ടോ ഇടപാട് കൊണ്ടോ ബന്ധം കൊണ്ടോ ഒരാളും പ്രയാസപ്പെടില്ല. ഇങ്ങനെ സൽപ്രവർത്തനങ്ങളിൽ നിരതമാവുക. ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. ഇദാ അറാദല്ലാഹു ബി അബ്ദിൻ ഖൈറ യസ്തഅ്മിലുഹു. അല്ലാഹ് ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ പ്രവർത്തന സജ്ജമാക്കും. അവ സ്വഹാബത്ത് ചോദിക്കുകയാണ്, കൈഫ യസ്തഅ്മിലുഹു യാ റസൂലല്ലാഹ്, അല്ലാഹ് എങ്ങനെ ഒരാളെ പ്രവർത്തന സജ്ജമാക്കുക? അവർ റസൂല പറഞ്ഞു കൊടുക്കുകയാണ്, യുവഫിഖുഹു ലി അമലിൻ സ്വാലിഹിൻ ഖബ്ലൽ മൗതി വയഖ്ബിദു അലൈഹി. സൽപ്രവർത്തനങ്ങൾക്കുള്ള തൗഫീഖ് അല്ലാഹ് അവനിങ്ങനെ കൊടുക്കും. അതിലായിരിക്കും അവനാണ് മരിപ്പിക്കുകയും ചെയ്യും. അവനൊരു സൽപ്രവർത്തനം ചെയ്ത് കഴിഞ്ഞിട്ടാകും അവൻ്റെ മരണം സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ പരമാവധി സൽപ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക. അതിൽ നിന്ന് ഒരിക്കലും വിട്ടു നിൽക്കാൻ പാടില്ല. ഒരു ഹദീസ് ഇമാം ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണും, ഇന്ന റജുല ല യഅമലു സമന ത്വീല ബി അമലി അഹ്ലിൽ ജന്ന. ഒരാൾ ദീർഘകാലം ആയുസ്സിൻ്റെ നല്ലൊരു ഭാഗം സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകി, സുമ്മ യുഖ്തമു ലഹു അമലുഹു ബി അമലി അഹ്ലിന്നാർ. പക്ഷെ അവസാനം മരിക്കുന്നതിന് മുമ്പ് നരകത്തിലേക്കുള്ള പ്രവർത്തനം ചെയ്ത് മരിച്ചു. അങ്ങനെ അവൻ നരകക്കാരനായി. വ ഇന്ന റജുല ല യഅമലു സമന ത്വീല ബി അമലി അഹ്ലിന്നാർ. ദീർഘകാലം നരകത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയ ഒരു മനുഷ്യൻ, സുമ്മ യുഖ്തമു ലഹു അമലുഹു ബി അമലി അഹ്ലിൽ ജന്ന. മരണത്തിന് മുമ്പ് സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടാണ് അവൻ്റെ ഖിതാം, അവൻ്റെ മരണം സംഭവിച്ചതെന്നാണ്. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാത്തീം. റസൂല പറഞ്ഞു, തീർച്ചയായും അല്ലാഹ് അമലുകൾ പരിഗണിക്കപ്പെടുക ബിൽ ഖവാത്തീം. ഏറ്റവും ഒടുവിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ് ഒരാളിൽ നിന്ന് പരിഗണിക്കുക. അപ്പോൾ ഒടുവിലത്തെ കർമ്മം നന്നാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴാണ് നമ്മളെ നമ്മളെ അവസാനം എന്നറിയില്ല. അപ്പോൾ നിരന്തരം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, മരണചിന്ത നിലനിർത്തുക. മരണബോധം ഏത് സമയത്തുണ്ടാകണം. നമ്മൾ എത്ര ആഫിയത്തും ആരോഗ്യവും എന്തെല്ലാം കഴിവും പവറും ഉണ്ടെങ്കിലും മരണം വരാം. ഒരു വിമാനത്തിലേക്ക് ഒരു യാത്ര ഉദ്ദേശിച്ച്, അതും മണിക്കൂറുകൾ, ഒരു 8-10 മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന യാത്രക്ക് വേണ്ടി മുമ്പേ പ്ലാൻ ചെയ്ത് ടിക്കറ്റ് എടുത്ത് അങ്ങനെ വിമാനത്താവളത്തിലെത്തി ബോർഡിംഗ് പാസ് എടുത്ത് കുടുംബസമേതവും അല്ലാതെയും ആ യാത്രക്ക് വേണ്ടി വിമാനം കയറി. ആ വിമാനം എത്ര മിനിറ്റാണ് സഞ്ചരിച്ചത്? കേവലം ഒരു 5-10 മിനിറ്റ്. കിലോമീറ്ററുകൾ മാത്രം. അത് കത്തിച്ചാമ്പലാകാണ്. അവിടെ ആരോഗ്യമോ നമ്മുടെ പവറോ ശക്തിയോ ഒന്നും അവിടെ ഒരാളെ രക്ഷപ്പെടുത്തിയില്ല. ഇതാണ് മനുഷ്യൻ്റെ ഒരു അവസ്ഥ. ഏത് സമയവും മരണം വരാം. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. മുഴുവൻ സുഖങ്ങളെയും തകർത്ത് കളയുന്ന മരണത്തെക്കുറിച്ച് നീ അധികമായി ഓർക്കുക. അക്സിറൂന റസൂലുള്ളാഹിൻ്റെ കൽപ്പന. ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കണം. ഒരു സഹാബി വന്നിട്ട്, അയ്യുൽ മുസ്ലിമീന അക്കിയസ്, റസൂലെ മുസ്ലിമീങ്ങളിൽ ആരാണ് ഏറ്റവും ബുദ്ധിമാൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റസൂൽ പറഞ്ഞത്, അക്തറുഹും ലിൽ മൗതി ദിക്റ വ അഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ. ഏറ്റവും കൂടുതൽ മരണത്തെ ഓർക്കുകയും മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നന്നായി പ്രവർത്തിക്കുകയും ചെയ്യുക, ഒരുങ്ങുകയും ചെയ്യുക. മാത്രവുമല്ല, ഈ ഹദീസിനെയൊക്കെ ഷറഹ് ചെയ്ത പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, മൻ അക്തറ മിൻ ദിക്രിൽ മൗതി ഉക്രിമ ബി തലാത്തത്തി അഷിയ. ഒരാൾ മരണചിന്ത വർദ്ധിപ്പിച്ചാൽ ലഭിക്കുന്ന 3 നേട്ടങ്ങൾ. മരണചിന്ത അവഗണിച്ചാൽ അവനിലുണ്ടാകുന്ന 3 കോട്ടങ്ങൾ. ഏതാ 3 നേട്ടങ്ങൾ? തഅജീലു തൗബ. അവൻ പക്ഷാതാപം ധൃതിപ്പെട്ട് ചെയ്യും. അള്ളാഹുവിലേക്ക് എപ്പോഴും ധൃതിപ്പെട്ട് പക്ഷാതപിക്കും. വ ഖനാഅത്തുൽ ഖൽബ്. അവനൊരു മനസ്സിനൊരു സമാധാനവും സംതൃപ്തിയും ഉണ്ടാവും. നഷാത്തുൽ ഇബാദ. ഇബാദത്തുകൾക്കൊരു ആവേശം, ഉന്മേഷം ഉണ്ടാവും. ഒരു ഇബാദത്ത് ചെയ്യാൻ അവസരം കിട്ടുക, അത് കൊതിക്കുക, ആ ഇബാദത്ത് ശ്രദ്ധാപൂർവ്വം നിർവഹിക്കുക. ഇതൊക്കെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ പുതുക്കുന്നവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ്. എന്നാൽ മരണത്തെ മറന്നാലോ 3 കോട്ടങ്ങൾ അവന് സംഭവിക്കുന്നതാണ്. തസ്വീഫു തൗബ. തൗബയെ പറ്റ അവൻ അവഗണിക്കും. തർക്കു ഡിലാബിൽ കഫാഫ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയൂല.
വത്തകാസുലു ഫിൽ ഇബാദ, ഇബാദത്തിൽ അലസത ഉണ്ടാവും. ഒന്ന് തൗബയെ പറ്റ അവഗണിക്കും, എത്ര കിട്ടിയാലും തികയില്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടില്ല, അപ്പോൾ ഹറാമിലേക്ക് ചാടും, ഹറാമായ സമ്പാദ്യം, അങ്ങനെ ജീവിക്കും. തകാസുലു ഫിൽ ഇബാദ, ഇബാദത്തിൽ വളരെ മടിയും അലസതയും അവന് കടന്നു വരും. അതുകൊണ്ട് തന്നെ മരണചിന്ത നമ്മിൽ നിർത്തുക. മരണചിന്ത ഉണ്ടാകാനാണ് റസൂലുള്ള ചില പ്രവർത്തനങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. ഉഴുതു അൽ മരീള വത്തബി ഉൽ ജനായിസ തുദക്കിറുക്കുമുൽ ആഖറ, നിങ്ങൾ രോഗികളെ സന്ദർശിക്കുക, ജനാസയെ പിന്തുടരുക, അത് നിങ്ങൾക്ക് പരലോകബോധമുണ്ടാകും. സൂറു അൽ ഖുബൂറ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക, തുദക്കിറുക്കുമുൽ മൗത്ത, അത് നിങ്ങൾക്ക് മരണചിന്ത ഉണ്ടാക്കും. ഉദ്ദ നഫ്സക ഫി അഹ്ലിൽ ഖുബൂർ, റസൂലുള്ള പറയാണ്, നീ നിൻ്റെ ശരീരത്തെ എണ്ണുക, ഖബറാളികളിൽ എണ്ണുക. എന്താണ് പറഞ്ഞത്? നമ്മളൊരാൾ മരിച്ചാൽ ചോദിക്കും, എപ്പോഴാണ് ഖബറടക്കം, എപ്പോഴാണ് മയ്യത്ത് നിസ്കാരം? ഇത് നമ്മളെക്കുറിച്ച് ചോദിക്കാൻ, എൻ്റെ മയ്യത്ത് നിസ്കാരം എപ്പോഴാണ് നടക്കുക, എന്നെ എപ്പോഴാണ് മയ്യത്ത് കുളിപ്പിക്കുക, എന്നെ എപ്പോഴാണ് ഖബറിലേക്ക് വെക്കുക, എന്നെ എപ്പോഴാണ് ഖബറിൽ കിടത്തിയ ആളുകൾ മണ്ണിട്ട് മൂടി തസ്ബീത്ത് ചെല്ല, ഞാൻ എപ്പോഴാണ് ഖബറിൽ എത്തുക? ഉദ്ദ നഫ്സക ഫി അഹ്ലിൽ ഖുബൂർ, ഖബറാളികളിൽ നീ നിന്നെ എണ്ണുക. മറ്റുള്ളവരെ നമ്മൾ എണ്ണുന്നുണ്ട്, ഒരാൾ മരിച്ചാൽ ഓനെ എണ്ണി, ഖബറാളികൾ എണ്ണി, അതല്ല റസൂലുള്ള പറഞ്ഞത്. നീ നിന്നെ ഖബറാളികളിൽ എണ്ണുക. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ. മരണചിന്ത നിലനിൽക്കും, നമുക്കൊരു സൂക്ഷ്മതാ ബോധമുണ്ടാകും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ള പറഞ്ഞില്ലേ, കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ, നീ എപ്പോഴും ദുനിയാവിൽ ഒരു വിദേശിയെപ്പോലെ, ഒരു അന്യനാട്ടിൽ വന്നു നിൽക്കുന്നവനെ പോലെ. അന്യനാട്ടിൽ വന്നാൽ പെട്ടെന്ന് അവൻ്റെ ആവശ്യം കഴിഞ്ഞ് പോകും. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിപോക്കനെ പോലെ, ഒരു യാത്രക്കാരൻ അവൻ്റെ യാത്ര കഴിഞ്ഞാൽ തിരിച്ചു പോകും. ഇതുപോലെ ആകണം. ഈ ഉപദേശം കേട്ട ഇബ്നു ഉമർ ആ കേട്ട അന്നു മുതൽ ആരെ കണ്ടാലും പറയുമായിരുന്നു എന്നാ, ഇത് അസ്ബഹത്ത ഫല തന്തദിരിൽ മസ, നേരം വെളുത്താൽ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കണ്ട. വൈദ അംസൈത്ത ഫല തന്തദിരി സ്വബ, വൈകുന്നേരമായാൽ അടുത്ത പ്രഭാതത്തെ പ്രതീക്ഷിക്കണ്ട. എന്നാൽ ആ പ്രഭാതം പോകും, ആ വൈകുന്നേരം പോകും എന്ന് തന്നെ നീ ചിന്തിക്കുക. അഞ്ചാമത്തെ കാര്യം, നല്ല ഒരു കൂട്ടുകെട്ട് എപ്പോഴും നമുക്കുണ്ടാവുക. കൂട്ടുകെട്ടില്ലാതെ ഒരാൾക്കും ജീവിതമല്ല. നമ്മൾ പലരോടും സഹവസിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കൂട്ടുകെട്ട് നന്നാക്കുക എന്നുള്ളതാണ്. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, ഒരാൾ തൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലാണ്, ആരോടാണ് കൂട്ടുകൂടിയിട്ടുള്ളത് എന്നവൻ ചിന്തിച്ചു നോക്കട്ടെ എന്നാണ്. അൽ അഖില്ലാഉ യൗമഇദിൻ ബഅ്ളുഹും ലിബഅ്ളിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ, സൂറത്ത് സുഖ്റുഫിൽ 67-ാം വചനം. കൂട്ടുകാർ അന്ന് പരലോകത്ത് പരസ്പരം ശത്രുക്കളാകും, ഇല്ലൽ മുത്തഖീൻ, തഖ്വയോടെ ജീവിച്ചവരൊഴികെ അവരവിടെ മിത്രങ്ങളാകുന്ന. അല്ലാത്ത കൂട്ടുകെട്ടൊക്കെ പരലോകത്തിൻ്റെയും തകർക്കും. അതാണ് സൂറത്തുൽ കഹ്ഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞത്, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശിയ്യി യുരീദൂന വജ്ഹ, പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹിൻ്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ച് അള്ളാഹിനോട് ദുആ ചെയ്യുന്ന, അവനെ ഓർത്തുകൊണ്ടിരിക്കുന്ന വിശ്വാസികളോടൊപ്പം നിൻ്റെ ശരീരത്തെ ക്ഷമയോടെ നിലനിർത്തിക്കോ. ആ വിശ്വാസി സമൂഹത്തെ ഒരിക്കലും നീ അവഗണിക്കരുത്. അപ്പോൾ ഈ ഒരു കൂട്ടുകെട്ട് എന്ത് ചെയ്യണം? നമുക്കുണ്ടാവണം. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാമിൻ മുസ്ലിമിൻ മാമിൻ റജുലിൻ മുസ്ലിമിൻ യമൂത്ത് ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ ലാ യുശ്രികൂന ബില്ലാഹി ഷൈആ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീ. എന്താണ്? ഒരു മുസ്ലിം മരണപ്പെട്ടിട്ട് ഒരു 40 ആളുകൾ അവന് വേണ്ടി ജനാസസ്കരിക്കുക. ലാ യുശ്രികൂന ബില്ലാഹി ഷൈആ, ആ 40 ആളുകളുടെ പ്രത്യേകത എന്താ? അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവരാണ്. എന്നാൽ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീ, ആ മയ്യത്തുസ്കാരത്തിലൂടെ നിർവഹിക്കുന്ന ശുപാർശ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മുദ്ഖലഹു എന്നിങ്ങനെ മയ്യത്തുസ്കാരത്തിലെ ആ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കുന്ന. അപ്പോൾ മയ്യത്തുസ്കാരത്തിൽ ഒരിക്കലും വലിയൊരു ആൾക്കൂട്ടം വേണമെന്നൊന്നുമില്ല. ചുരുങ്ങിയതൊരു 40 ആൾ അല്ലെങ്കിൽ 100 പേർ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൻ്റെ മകൻ മരണപ്പെട്ടപ്പോൾ
തൻ്റെ മൗല ഖുറൈബിനോട് പറയുന്നുണ്ട്, ജനാസ സംസ്കരിക്കാൻ വന്ന ആളുകളൊന്ന് നോക്കൂ. അപ്പോൾ ഖുറൈബ് അത് നോക്കി വന്ന്, ഇതാ കുറച്ച് ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇബ്നു അബ്ബാസ് ചോദിക്കുകയാണ്, അഹും അർബഊൻ, ആ വന്ന ആളുകൾ 40 പേരുണ്ടോ? എന്നിട്ട് പറയാണ്, എന്താ ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം, ഈ ഹദീസാണ്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ശിർക്ക് ചെയ്യാത്ത 40 ആളുകൾ ഒരു മുസ്ലിമിൻ്റെ ജനാസക്ക് നമസ്കരിച്ചാൽ ആ മയ്യിത്ത് നിസ്കാരം സ്വീകരിക്കപ്പെടും. അപ്പോൾ നമ്മൾ ഈ മുവഹിദുകളായ ഒരു 40ഓ 100ഓ പേർ എനിക്ക് വേണ്ടി ജനാസ സംസ്കരിക്കാൻ ഉണ്ടാകണം. ആ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അവരോട് കൂട്ടുകൂടണം, അവരുടെ ബന്ധം തകരാതെ കാത്തു സൂക്ഷിക്കണം. അതാണ് ഏറ്റവും പ്രധാനം, നല്ല കൂട്ടുകെട്ടുണ്ടാകുക എന്നതാണ്. 6ാമത്തെ കാര്യം, ദിക്റുള്ള നിലനിർത്തുക. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ ഏത് സമയത്തും നിലനിർത്തുക. ആ ദിക്റുള്ളയിൽ ഏറ്റവും പ്രധാനം നമ്മുടെ നാവിൻ തുമ്പിൽ നമ്മൾ ഉരുവിടേണ്ട ദിക്റുകളാണ്. ഹൃദയത്തിൽ നിന്ന് വന്ന് ആശയവും അർത്ഥവും മനസ്സിലാക്കി നമ്മൾ നിർവഹിക്കേണ്ട ദിക്റുകൾ. അതിലേറ്റവും പ്രധാനമാണ് വദ്കുരിസ്മ റബ്ബിക ബുക്റതം വ അസ്വീല. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ രാവിലെ വൈകുന്നേരം നീ അള്ളാനെ ഓർക്കുക. യഹ്യ അലൈഹിസ്സലാമിനോട് സക്കരിയ നബി അലൈഹിസ്സലാം, യഹ്യ അലൈഹിസ്സലാമിൻ്റെ പിതാവ് സക്കരിയ നബി അലൈഹിസ്സലാമിന് മക്കളുണ്ടാകാൻ പോകുന്നതിന് അടയാളമായി 3 ദിവസം മൗനം പാലിക്കാൻ പറഞ്ഞു. മൗനവ്രതം, ആരോടും സംസാരിക്കരുത്. ആ സമയത്തും അള്ളാഹ് എന്ത് ചെയ്തു? നീ ആളുകൾക്ക് ആംഗ്യ ഭാഷയിലൂടെ രാവിലെയും വൈകുന്നേരവും അള്ളാനെ ഓർക്കണം എന്ന് പറയാൻ കൽപ്പിച്ചു. ആ ആയത്തിനെ വിശദീകരിച്ചിട്ട് മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഒരു വിശ്വാസിക്ക് ഏതെങ്കിലും ഒരു സമയത്ത് അള്ളാനെ ഓർക്കാതെ കഴിഞ്ഞുകൂടാൻ ഒരവസരം ഉണ്ടായിരുന്നെങ്കിൽ സക്കരിയ നബിയോട് അള്ളാഹ് പറയുമായിരുന്നു, ഈ 3 ദിവസം അള്ളാനെ ഓർക്കണ്ട. അപ്പോൾ ആ 3 ദിവസവും അള്ളാഹുവിനെ ഓർക്കാൻ, ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ സക്കരിയ നബിയോട് അള്ളാഹ് കൽപ്പിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഇപ്പം ഇന്നലെ ഒരു സുഹൃത്ത്, ഒരു മുവഹിദായ സുഹൃത്ത് തന്നെ ഒരു വാട്സപ്പിൽ വന്ന ഒരു കാര്യം ചോദിച്ചത് ശരിയാണോ എന്ന് ചോദിക്കാൻ. അതിലെന്താ ചോദിച്ചത്, എന്താ വന്നത്? രാവിലെ 100 വട്ടം, വൈകുന്നേരം 100 വട്ടം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഉരുവിട്ടാൽ അവൻ്റെ ചെറുദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും. ആ ഹദീസാണ്. അവർ മുവഹിദായ ആളാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ എന്ത്, ഇത് രാവിലെ വൈകുന്നേരം 100 വട്ടം ചൊല്ലണം. അത് റസൂലുള്ളാഹി കൽപ്പിച്ചതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി രാവിലെ 100 വട്ടം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി വൈകുന്നേരം 100 വട്ടം. നമ്മളതിനെക്കുറിച്ച് അജ്ഞരാവരുത്. തൗഹീദ് ഉള്ളവരിലാണ് ഈ സുന്നത്തുകൾ മുഴുവൻ, ദിക്റുകളാവട്ടെ ചര്യകളാവട്ടെ എല്ലാം ഉണ്ടാവേണ്ടത്. അപ്പോൾ രാവിലെ ചൊല്ലേണ്ട ദിക്റുകൾ ഏതൊക്കെ, വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകൾ ഏതൊക്കെ, അത് ഏതൊക്കെയെന്ന് ശരിക്കും മനസ്സിലാക്കി അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി അത് പ്രവൃത്തിപദത്തിൽ കൊണ്ടുവരുന്നവരായി നമ്മൾ മാറണം. അതാണ് ഞാൻ ദിക്റുള്ള എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വസബ്ബിഹ് ബിഹംദി റബ്ബിക ബിൽ അശിയ്യി വൽ ഇബ്കാർ. നീ രാവിലെയും വൈകുന്നേരവും നിൻ്റെ റബ്ബിനെ സ്തുതിച്ച് അവനെ പ്രകീർത്തിക്കുക. അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയുടെ ഭാഗമായി നമുക്ക് സമയബന്ധിതമായി നിർവഹിക്കേണ്ട ദിക്റുകൾ, പ്രാർത്ഥനകൾ, അതങ്ങനെ തന്നെ നമ്മൾ പരമാവധി പഠിക്കുക. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരു പ്രാർത്ഥന നമുക്ക് പഠിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇനി മനപ്പാടാക്കാൻ കഴിഞ്ഞില്ല. നമ്മളത് ഈ സാധനം ഉണ്ടല്ലോ, ഇതിലൊന്ന് നമ്മളൊന്ന് ഫീഡ് ചെയ്ത് വെച്ചാൽ ആ സമയത്ത് നോക്കി പറഞ്ഞാലും മതി. അള്ളാഹുവാണ് നമ്മുടെ മനസ്സറിയുന്നവൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ ഒരു പ്രാർത്ഥന നമ്മൾ നിർവഹിക്കണില്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ന്യായീകരണമല്ല. അപ്പോൾ നമ്മൾ അത്തരം പ്രാർത്ഥനയെക്കുറിച്ച് ചില പ്രാർത്ഥനകളൊക്കെ ചിലത് വലുതായിരിക്കും, പക്ഷെ വലുതാണെങ്കിലും ആ പ്രാർത്ഥന കേട്ടാൽ പ്രാർത്ഥിക്കാൻ തോന്നും. അങ്ങനത്തെ പ്രാർത്ഥനകൾ കാണും, കാരണം അത്ര മഹത്വമുള്ള പ്രാർത്ഥനകൾ. അപ്പോൾ അന്നത്തെ പ്രാർത്ഥനകൾ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഇപ്പോൾ പിന്നെ സ്വഹാബികൾ പറയുന്നുണ്ട്, ലം യക്കുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യദഉ ആഹുലാഇ ദഅവാതി ഹീന യുംസി വ യുസ്ബിഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
പ്രഭാതത്തിലും പ്രദോഷത്തിലും ഈ പ്രാർത്ഥന ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദീനി വദുനിയായ വഅഹ്ലി വമാലി. അല്ലാഹുമ്മ സ്തുർ ഔറാതി വആമിൻ റൗആതി. അല്ലാഹുമ്മ ഇഹ്ഫദ്നി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി വഅഊദു ബിഅളമതിക അൻ ഉഗ്താല മിൻ തഹ്തി. ഈ പ്രാർത്ഥനയുടെ അർത്ഥം എടുത്തു നോക്കി. ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ, അള്ളാഹുവെ ഞാൻ നിൻ്റെ മാപ്പിനെ ചോദിക്കുകയാണ്. വൽ ആഫിയ, ആഫിയത്ത് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും നമ്മുടെ സമ്പത്തിനും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുപാടിലുമൊക്കെ നമുക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളാണ്. ശരീരത്തിന് രോഗങ്ങളില്ലാത്ത അവസ്ഥ, സമ്പത്തിന് ഹലാലായ വരുമാനം ഉണ്ടാവുക, കുടുംബത്തിൽ നല്ല സമാധാനം ഉണ്ടാവുക, ജീവിക്കുന്ന നാട്ടിൽ നിർഭയത്വം ഉണ്ടാവുക. ഇങ്ങനെ എല്ലാ രംഗത്തും നമുക്ക് കിട്ടുന്നതാണ് ആഫിയത്ത്. ആ ആഫിയത്ത് ചോദിക്കുന്നു ഫി ദുനിയ വൽ ആഖിറ, ദുന്യാവിൽ വേണം ആഖിറത്തിൽ വേണം. പിന്നെ ചോദിക്കുകയാണ് അത് ഫി ദീനി വ ദുന്യായ വഅഹ്ലി വമാലി, എൻ്റെ ദീനിൽ വേണം, എൻ്റെ ദുന്യാവിൽ വേണം, എൻ്റെ കുടുംബത്തിൽ വേണം, എൻ്റെ സമ്പത്തിൽ വേണം. പിന്നെ ചോദിക്കുകയാണ് അല്ലാഹുമ്മ സ്തുർ ഔറാത്തി, എന്നിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്, പോരായ്മകളുണ്ട്, അത് മറച്ചു വെക്കനി, അത് പുറത്തിട്ട് എന്നെ വഷളാക്കല്ലേ. വ ആമിൻ റൗആത്തി, ഞാൻ ഭയപ്പെടുന്ന കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് എനിക്ക് മോചനം കൊണ്ടോ. പിന്നെ പറയാണ് അല്ലാഹുമ്മ ഇഹ്ഫദ്നി, അള്ളാഹു നീ എന്നെ കാത്തുകൊണ്ടിരിക്കണം മിൻ ബൈനി യദയ്യ, എൻ്റെ മുന്നിലൂടെ, പിന്നിലൂടെ, വലതുഭാഗത്തിലൂടെ, ഇടതുഭാഗത്തിലൂടെ, മുകളിലൂടെ. വ അഊദു ബിഅളമതിക അൻ ഉഗ്താല മിൻ തഹ്തി, ഞാൻ അറിയാതെ എൻ്റെ കാലിന് ചുവട്ടിലൂടെ ചതിക്കപ്പെടുക, വഞ്ചിക്കപ്പെടുക, അങ്ങനെ നശിക്കുക. ഈ പ്രാർത്ഥന റസൂലുള്ളാഹ് രാവിലെയും വൈകുന്ന ഒരു വട്ടം അത് ഉപേക്ഷ വരുത്തിയിട്ടില്ല എന്നാണ് സഹാബത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മളും ചെയ്യരുത് അത്തരം പ്രാർത്ഥന ഉപേക്ഷ വരുത്തരുത്. ഒരു മയ്യത്ത് നമ്മൾ കണ്ടാൽ ആ മയ്യത്തിൻ്റെ മുഖം കാണാനല്ല നമ്മൾ പോണത്, പിന്നെ എന്തിനാണ് നമ്മൾ പോണത്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫുഹു ഫി അഖ്ബിഹി ഫിൽ ഗാബിരീൻ എന്നിങ്ങനെ വഫ്സഹു ലഹു വഗ്ഫിർ ലഹു വലനാ യാ റബ്ബൽ ആലമീൻ വഫ്സഹു ലഹു ഫി ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി. മയ്യത്തിന് വേണ്ടിയുള്ള ആ മയ്യത്ത് കാണുമ്പോഴുള്ള പ്രാർത്ഥനയുടെ ഇത് നോക്കിയാൽ നമ്മൾ മയ്യത്തിന് വേണ്ടിയുള്ള ഖൈർ അതിൽ ചോദിക്കുന്നുണ്ട്. ആ മയ്യത്തിൻ്റെ ബന്ധുക്കൾക്ക് ഖൈറിനെ ചോദിക്കുകയാണ്, പ്രാർത്ഥിക്കുന്ന നമുക്ക് ഖൈറിനെ ചോദിക്കുകയാണ്. 3 കാര്യങ്ങൾ നമ്മൾ ആ മയ്യത്ത് കാണുമ്പോൾ പ്രാർത്ഥിക്കുന്നത്. നമ്മളൊരിക്കലും ഒരു മയ്യത്ത് കണ്ടു പോരണ്ട, കാണുന്നോ പ്രാർത്ഥിച്ചു പോരണം. ഇങ്ങനെ ഓരോ രംഗത്തുമുള്ള പ്രാർത്ഥനകൾ അത് നമ്മൾ മനസ്സിലാക്കുക, പ്രവർത്തിക്കുക. വമൻ യഅശു അൻ ദിക്രി റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്വാനൻ ഫഹുവ ലഹു ഖരീൻ. അള്ളാഹ് പറയാണ് സൂറത്ത് സുഖ്റുഫിലെ 36-ാമത്തെ ആയത്തിലൂടെ, റഹ്മാനായ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് അകന്ന് ആരാണ് ജീവിക്കുന്നത്? നുഖയ്യിദ് ലഹു ശൈത്വാനൻ ഫഹുവ ലഹു ഖരീൻ. അവന് നാം ഒരു പിശാചിനാണ് ഏർപ്പാടാക്കി കൊടുക്കും. പിന്നെ ആ പിശാചായിരിക്കും അവൻ്റെ കൂട്ടുകാരൻ. പിന്നെ അവനെ നിയന്ത്രിക്കുന്നത് അവൻ്റെ സംസ്കാരവും അവൻ്റെ സ്വഭാവവും അവൻ്റെ ചെയ്തികളും അവൻ്റെ എല്ലാം പിശാചിൻ്റെ നിർദ്ദേശപ്രകാരം അവനിങ്ങനെ സഞ്ചരിക്കും. അതിൽ നിന്ന് രക്ഷ കിട്ടണോ? അള്ളാഹിനെ ഓർക്കണം. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഓർമ്മ എപ്പോഴും നമ്മിലുണ്ടാകുക. 7-മത്തൊരു കാര്യം, സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും നരകത്തെക്കുറിച്ചുള്ള ഭയവും സദാസമയവും നിലനിർത്തുക. സ്വർഗം എന്നത് നമ്മുടെ അജണ്ടയായി മാറണം. നരകമോചനം എന്നത് നമ്മുടെ വിഷയമായി മാറണം. അപ്പോൾ അതിനെന്ത് വേണം? അതിന് ആഗ്രഹം ഉണ്ടാവുക. സ്വർഗം ചോദിച്ചുള്ള പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. റസൂലുള്ള പറഞ്ഞല്ലോ, മൻ സഅലല്ലാഹൽ ജന്ന 3 മർറാത്തിൻ, ഒരാൾ ഒരു ദിവസം 3 പ്രാവശ്യം സ്വർഗം തേടി അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ, കാലത്തിൽ ജന്ന, സ്വർഗം പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അള്ളാഹുവേ ഇവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഒമൻ ഇസ്തജാറ മിനന്നാരി 3 മർറാത്തിൻ, നരകത്തിൽ നിന്ന് രക്ഷ ചോദിച്ച ഒരാൾ 3 തവണ ഒരു ദിവസം, കാലത്തിന്നാർ, നരകം പറയും, അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, ഇവനെ നരകത്തുനിന്ന് കാക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
നമസ്കാരത്തിൽ ചോദിച്ച ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. നമസ്കാരത്തിൽ നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, പ്രാർത്ഥനയാണ്. അള്ളാഹുവെ, ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് കാവൽ തേടുന്നു. അപ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ നമ്മൾ ഉണ്ടാവുക, ആ സ്വർഗം തേടി പ്രാർത്ഥിക്കുക. നിങ്ങൾ സ്വർഗം ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഫിർദൗസ് തന്നെ ചോദിക്കണം. ആ ഫിർദൗസാണ് അഅ്ലൽ ജന്ന, സ്വർഗത്തിൻ്റെ അത്യുന്നതം. വസത്തുൽ ജന്ന, സ്വർഗത്തിൻ്റെ മധ്യഭാഗം ഫിർദൗസാണ്. വമിൻഹു തുഫജ്ജിറു അൻഹാറുൽ ജന്ന, സ്വർഗത്തിലുള്ള എല്ലാ അരുവികളും പൊട്ടി ഒഴുക്കപ്പെടുന്നത് ആ ഫിർദൗസിൽ നിന്നാണ്. ആ ഫിർദൗസ് ചോദിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ഫിർദൗസ് എന്ന സ്വർഗം, അല്ലെങ്കിൽ ജന്നത്തുൽ ഖുൽദ്, ശാശ്വതമായ സ്വർഗം, അതൊക്കെ അജണ്ടയായി മാറുകയും അതിനെക്കുറിച്ച് ആഗ്രഹിക്കുകയും ചെയ്യണം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. 7 കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. പരമാവധി നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഇബാദത്തുകളിലും നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മളൊരു ബോധമുള്ളവരായി നമ്മൾ മാറുക എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നേടിയെടുക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. നരകമോചനം ലഭിക്കുന്ന അടിമകളിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്രയോ രോഗികൾ വേദനിച്ച് പ്രയാസപ്പെട്ട് കഴിയുന്നു, അവർക്കൊക്കെയും റബ്ബ് ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.